ഗുഡ് മോർണിംഗ്. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി എല്ലാം ചെയ്ത ശേഷം പിന്നെ നോക്കുമ്പോൾ ഇതാ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് ഈ കാണുന്നത്. അതിനുശേഷം അതൊക്കെ ക്ലീനാക്കി അന്നേരം തന്നെ ഒരു ആശ്വാസം ഉണ്ടല്ലേ. പിന്നെ ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻ ടൈമാണ്. അവിയൽ വെക്കാമെന്നാണ് ഇന്ന് കരുതിയത്. കാരണം കട്ടിങ് വെജിറ്റബിൾസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മുടെ ചേന, പിന്നെന്താ പടവലങ്ങ, അങ്ങനത്തെ കുറേ സാധനങ്ങൾ നമ്മൾ അവിയലിന് യൂസ് ചെയ്യുന്ന കുറച്ച് വെജിറ്റബിളൊന്നും കാണാനേ ഇല്ല. കാരണം വാറൊക്കെ ആയതുകൊണ്ട് തന്നെ കുറച്ചധികം വെജിറ്റബിളിനെ ഒന്നും കാണാതായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ലോക്കൽ ഇവിടെയുള്ള വെജിറ്റബിൾസ് അത് ധാരാളമായിട്ടുണ്ട്. എന്നാൽ പുറത്തുനിന്ന് വരുന്നതൊക്കെ ഇല്ല, കാണാനില്ല. ഞാൻ കേട്ടിട്ടിട്ടാണ് വെക്കാറ്. പിന്നെ ചീര വെച്ചു. പിന്നെ നേരെ പോയത് ബാൽക്കണിയിലാണ്. കാരണം തലേന്ന് പെയ്ത അതിഭീകരമായ മഴയും കാറ്റിൻ്റെ എഫർട്ടാണത്. പിന്നെ ഫിഷ് ഫ്രൈ ചെയ്തു. അതിനുശേഷം നേരെ പോയത് എങ്ങോട്ടാണെന്നറിയാമോ? തലേന്ന് ആ പെയ്ത മഴയുടെ എഫർട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. പുഴയാണോ കടലാണോ എന്നൊന്നും അറിയാത്ത അത്രയുണ്ട്. കാരണം നമ്മൾ നാട്ടിലൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ഇതുപോലെ മഴ പെയ്താൽ നമ്മൾ പാലത്തിൻ്റെ അവിടെ പോയി നിന്ന് കാണാറില്ല. ആ ഒരു ഇതാണ് എനിക്ക് അന്നേരം തോന്നിയത്. അത് അവിടെ വെള്ളം എൻജോയ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇത് കണ്ടില്ലേ കുട്ടികളൊക്കെ, നമ്മൾ നാട്ടിലൊക്കെ വെള്ളത്തിൽ കളിക്കാറില്ല, അതേ ഒരു എഫർട്ടാണ്